മാരേജ് ഇറ്റ്സ് എ വണ്ടർഫുൾ വേർഡ് അല്ലേ? ഒരു പുതിയ ആരംഭമാണ്. അറിയാത്ത രണ്ടുപേർ ചേർന്ന് ആരംഭിക്കാൻ പോകുന്ന ജീവിതത്തിൻ്റെ ഒരു ഘട്ടം. റോ 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 യു ബോട്ട് ജെന്റ്ലി ഡൗൺ ദ സ്ട്രീം. ഈ പാട്ട് കേട്ടിട്ടില്ലേ? അതെ, അതുപോലെയാണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ തോണിതുഴയിൽ അല്ലേ? ഒരു റിതം, ബാലൻസ്, കമ്മ്യൂണിക്കേഷൻ, ട്രസ്റ്റ്, പാർട്ട്ണർഷിപ്പ്, ബ്ലെസ്സിങ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നാൽ മാത്രമേ നമുക്ക് ആ തോണിയെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, ഇവിടെ മാരേജ് ആണ് ഞങ്ങളുടെ തീം. വി ആർ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ക്രാഫ്റ്റേഴ്സ്. ഉണക്കത്തേങ്ങയുടെ ചിരട്ട കൊണ്ടും ഇളനീരിൻ്റെ ചിരട്ട കൊണ്ടും യൂണിക്ക് ആൻഡ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് പീസസ് ഉണ്ടാക്കുന്ന ദമ്പതികളായിട്ടുള്ള ഒരു കലാകാരനും കലാകാരിയുമാണ്. അതുകൊണ്ടാവാം മേ ബി ഞങ്ങൾ ഈ പേര് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഞങ്ങൾക്ക് വന്നൊരു ഓർഡറാണ്. ഹാൻഡ് ക്രാഫ്റ്റഡ് പീസസിൻ്റെ കളക്ഷൻസും അത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഗിഫ്റ്റായി കൊടുക്കാൻ വേണ്ടി വന്നൊരു ഓർഡർ. ഫോറിനർ ആയിട്ടുള്ള ചെക്കൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം ഇന്ത്യക്കാരി പെൺകുട്ടിയുടെ അമ്മ കൊടുക്കുന്നൊരു ഗിഫ്റ്റാണ്. ഒരു കൈൻഡ് ഓഫ് വെൽക്കമിങ് ഗിഫ്റ്റ് എന്ന് പറയാം ഇതിന്. അവർക്ക് ആകെ കൂടി ഉണ്ടെന്ന ഒരേ ഒരു റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് റെപ്രസെൻറ്റ് ആർ ഇന്ത്യൻ കൾച്ചർ. മാരേജാണ് ഞങ്ങളിവിടെ മെയിൻ തീമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. വാർലി ആർട്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് പീസാണ്, ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ് പീസ്. നമുക്കിതിനെ വേണമെങ്കിൽ ഇറ്റ്സ് എ ഫ്യൂഷൻ ഓഫ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറയാം അല്ലേ? ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരുപാട് ഭംഗിയുള്ള ഒരു വർക്കായിരുന്നു ഇത്. ഇറ്റ്സ് ലൈക്ക് എ മാരേജ്. നമുക്ക് മാരേജ് എന്ന് കേൾക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ലേ? അതുപോലെയായിരുന്നു ഇത് കാണുമ്പോഴൊരു ഹാപ്പിനെസ്. നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.